ഇന്റീരിയറിന്റെ കാര്യം വന്നപ്പോൾ ഒത്തിരി ഡിസൈനേഴ്സിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അയൺ ഹോംസിനെ ട്രസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം എന്താണ്? ഞങ്ങൾ പലരെയും സമീപിച്ചു. അപ്പം ചിലരുടെയൊക്കെ ഫീഡ്ബാക്ക് ഞങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ചിലരൊന്നും പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ ഈ ജോബിയെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ട് ത്രൂ ആണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട് ജോബിയാണ് ഡിസൈൻ ചെയ്തത്. എന്നിട്ട് ആ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഞങ്ങളിത് കണ്ടപ്പോൾ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ജോബി ചെയ്ത കുറേ വർക്ക്സ് ഞങ്ങൾക്ക് ഷെയർ ചെയ്തു. അപ്പം അതെല്ലാം കണ്ടപ്പം ഞങ്ങൾ തീരുമാനിച്ചു ജോബിക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ പിന്നെ വൈഫ് പറഞ്ഞ പോലെ ത്രൂ ഔട്ടായിട്ട് പുള്ളിക്കാരനുമായിട്ടുള്ള ഡീലിങ്സ് വളരെ സ്മൂത്തായിരുന്നു. എപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, എന്തെങ്കിലും നമ്മൾ ക്വയറീസ് എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫാസ്റ്റായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. അതാണ് പിന്നെ അതുകൊണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആ കാര്യത്തിൽ. നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ 3D ഡിസൈൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലുള്ള പോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അതെയോ എന്തെങ്കിലും ഡിഫറൻസ് ഇത് ചെയ്തു വന്നപ്പോൾ തോന്നിയോ? ഒരു പക്ഷേങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടാണ് നമുക്കത് ആക്ച്വൽ ഇത് ചെയ്തു വന്നപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത്. സാധാരണ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ അതൊരു എക്സ്പെൻസ് ആയിട്ട് കാണും. ഇൻറ്റീരിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു ലയബിലിറ്റി ആയിട്ടാണോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണോ തോന്നുന്നത്? ഒരിക്കലും ലയബിലിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ വീടിൻ്റെ ആ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇൻറ്റീരിയേഴ്സാണ്. ഇൻറ്റീരിയർ വന്നെങ്കിലേ ആ വീടിന് ഈ പറഞ്ഞതുപോലെ നമുക്ക് പറഞ്ഞില്ല എല്ലാ തരത്തിലും ഒരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ട് ഇതൊരു ലയബിലിറ്റി ആയിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇത് നമുക്ക് പറഞ്ഞില്ല ഒരു വെറുത്തായിരുന്നു. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടിയത്. We are really happy.